പ്രോസ്പെരിറ്റി ഗോസ്പൽ ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു, വിശ്വാസം, പ്രാർത്ഥന, ദാനം കൊടുക്കൽ ഇവ കൊണ്ട് നമുക്ക് ധനപുഷ്ടി, ആരോഗ്യം ഇവ നേടാമെന്ന്. ധനപരമായ ഉയർച്ചയും നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമായി കരുതണം. വിശ്വാസമുണ്ട് എങ്കിൽ എന്തും നേടിയെടുക്കുവാൻ സാധിക്കും. ചില മിനിസ്ട്രീസിന് അളവില്ലാതെ കൊടുത്താൽ ദൈവം നിങ്ങൾക്ക് അളവില്ലാതെ തരും. കഷ്ടപ്പാടും രോഗവും ദാരിദ്ര്യവും വിശ്വാസം കൊണ്ട് പൊട്ടിച്ചെറിയാൻ സാധിക്കും എന്ന് ഇവർ വിശ്വസിക്കുന്നു. എന്നാൽ പ്രോസ്പെരിറ്റി ഗോസ്പൽ വിശ്വാസ സത്യത്തിനും ദരിദ്രരെ പിഴിഞ്ഞെടുക്കാനും മാത്രമേ ഉപകരിച്ചിട്ടുള്ളൂ. ഇത് വേദവിപരീതമാകുന്നു. ഉദാഹരണമായി ജോയ്സ് മേയർ, ക്രില്ലോ ഡോളർ, ബെന്നി ഹിൻ ഇവരെല്ലാം എന്താണ്? അവർക്കെല്ലാം ഉണ്ടായി. ജെറ്റുകൾ ഉണ്ടായി. സൈക്കിളിൽ പോയിക്കൊണ്ടിരുന്നവൻ ഇപ്പം നടന്നാണ് പോകുന്നത്. ഇവർ കഷ്ടതയെ വെറുക്കുന്നു. പക്ഷെ സത്യത്തിൽ യേശുവിൻ്റെ പിൻഗാമികൾ എപ്പോഴും എന്താണെന്നറിയാവോ? അവർ പാടുന്നൊരു പാട്ടുണ്ട്, കഷ്ടതകൾ ദൈവമേയൻ അവകാശം തന്നെ അല്ലോ, കഷ്ടതകൾ സഹിപ്പാനും പ്രാപ്തിതാ. ഇതിന് എഗൻസ്റ്റായിട്ടാണ് ഈ പ്രോസ്പെരിറ്റി ഗോസ്പൽ. നമ്മൾ ചിന്തിക്കേണ്ട ഒരൊറ്റ വ്യക്തിയെ ഞാൻ കാണിച്ചു തരാം. പ്രോസ്പെരിറ്റി ഗോസ്പലിനെ പൊട്ടിച്ച് ദൂരീകരിക്കും. ഇയ്യോബ്. അവനെല്ലാം ഉണ്ടായിരുന്നു. കഷ്ടകാലമെന്നോ ഒന്നും നമുക്ക് പറയാനൊക്കത്തില്ല. ദൈവം പിശാചിന് ഒരു അവസരം കൊടുത്തു. അവൻ ഇയ്യോബിനെ പരീക്ഷിച്ചു. അവനുള്ള സകലതും നഷ്ടമായി. പക്ഷേ അവൻ്റെ ഭാര്യ അവനോട് പറഞ്ഞു, നിനക്ക് ദൈവത്തെ ശപിച്ചിട്ട് മരിച്ചുകൂടായോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, എടി പൊട്ടി, നന്മകൾ വന്നപ്പോൾ എല്ലാം നമ്മൾ സ്വീകരിച്ചില്ലയോ, തിന്മകളും കൂടെ നമ്മൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥരല്ലയോ എന്ന് പറഞ്ഞു. അപ്പം നന്മകളെയും തിന്മകളെയും ദൈവം തരികയാണെങ്കിൽ അത് രണ്ട് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരാണ് ക്രിസ്ത്യാനികൾ. ഇതിന് വിപരീതമാകുന്നു പ്രോസ്പെരിറ്റി ഗോസ്പൽ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.